ഹായ് ഓൾ. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇഞ്ചി വെളുത്തുള്ളി എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക, അത് കൂടുതൽ നാൾ കേടാവാതിരിക്കുക എങ്ങനെയാണ്. അപ്പോൾ കുറേ പേര് ഉണ്ട് ഫ്രീസറിൽ ക്യൂബ്സ് ആയിട്ടൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും വെക്കണ്ട കേട്ടോ, കളറൊന്നും ചേഞ്ച് ആവില്ല. ഞാനിപ്പോൾ ഇതാ നോമ്പിൻ്റെ ഒക്കെ മുന്നേ അപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഉണ്ടാക്കി വെച്ച സംഭവമാണിത്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ. അപ്പോൾ അത് തീർന്നിട്ട് ഇതാ ഞാനിപ്പോൾ വേറെ ഉണ്ടാക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇതൊരു 2 മാസം 3 മാസമൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. കേടാവില്ല കേട്ടോ, ഫ്രീസറിലൊന്നും വെക്കണ്ട, മുകളിൽ തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിൻ്റെ. ഇതാ ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കുന്നതെന്നാ അരഞ്ഞിട്ട് കുറച്ച് വിനീഗർ ചേർത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ചേർക്കുന്നതാണ് അതിന് കളർ ചേഞ്ച് ആവാതിരിക്കുന്നത്. ഇത് ഓയിലാണ്, നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇല്ല, അതാണ്. ഇനി നമുക്കിതൊന്ന് പിന്നെ അരച്ചിട്ട് വരാം. ഇതപ്പോൾ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കളർ നമ്മൾ ഇനിയിപ്പോൾ 1-2 മാസം കഴിഞ്ഞിട്ട് എടുക്കുന്നോളും ഈ ഒരു കളർ തന്നെ ആയിക്കോട്ടെ. ഇനി ചെയ്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ, കാണില്ലേ? ഇനി നമുക്ക് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് പിന്നെ എടുത്ത് വെക്കുന്നത് ഫ്രിഡ്ജിൽ. ഇനിയിപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയ കേട്ടോ. നമ്മൾ ഞാൻ കുറച്ചധികം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ മുന്നേ. ഇത് അത്രത്തോളം ഇല്ല. കാരണം നമ്മളിപ്പോൾ അരച്ച് കൊടുക്കുന്നത് ഈ കളർ നമ്മൾ 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴുണ്ടാവും. നന്നായിട്ട് ഏട്ടായിട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ.